നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഫസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫോയർ ഏരിയ ആണ്. നമ്മുടെ ഫോയർ ഏരിയനെ നമുക്ക് മാക്സിമം എങ്ങനെ അട്രാക്റ്റീവ് ആയി വെക്കാമെന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് പെയിന്റിങ്ങിന്റെ സെക്ഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ എല്ലാ വാൾസിലും കോമൺ ആയിട്ടുള്ള ഒരു കളർ കൊടുക്കാതെ ഏതെങ്കിലും ഒരു വാൾ നമ്മൾ കുറച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു പെയിന്റിങ്സ് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ പെയിന്റിങ്സിന് പകരമായിട്ട് നമുക്ക് കുറച്ച് ടെക്സ്റ്റർ വർക്ക് പോലത്തെ വർക്കുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ക്ലാഡിംഗ് സ്റ്റോണുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ ആ റൂമിനെ കുറച്ച് എലഗന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഫർണിച്ചേഴ്സ് ആണ്. ഈ ഫർണിച്ചേഴ്സ് നമ്മൾ കുഷ്യൻ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ക്ലോത്ത് മെറ്റീരിയൽ ഒക്കെ വെച്ച് ഉപയോഗിക്കുന്ന ഫർണിച്ചേഴ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂമിന്റെ കളർ ഷെയ്ഡിനോട് കുറച്ചും കൂടി മാച്ചിങ് ആയിട്ടുള്ള കളർ ഷെയ്ഡ് നമ്മൾ ഈ ക്ലോത്തിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിലും നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ കർട്ടൻസ് വരുമ്പോൾ നമ്മുടെ റൂം കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കർട്ടൻസിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്ലൈൻഡ്സ് കർട്ടൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പ്രീമിയം സെഗ്മെന്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് റോമൻ കർട്ടൻസ് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് എലഗന്റ് ആയിട്ടുള്ള ഒരു ഫീൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ നമുക്ക് പെയിന്റിംഗ് ആയി, ഫർണിച്ചേഴ്സ് ആയി, കർട്ടൻ ആയി. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വാൾസിൽ എന്തെങ്കിലും യൂണീക്ക് ആയിട്ടുള്ള ഒരു പെയിന്റിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെറ്റൽ ആർട്ടോ ഒരു ഫോട്ടോ ഫ്രെയിമോ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നന്നായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ ഈ വർക്കുകളൊക്കെ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മെയിൻ തിങ് എന്ന് പറയുന്നത് ലൈറ്റിംഗ് ആണ്. ഈ ലൈറ്റിംഗ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ പോയിന്റുകൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. ഇത് നമ്മുടെ വർക്കിനെ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. കീപ് ഫോളോയിങ് മോർ വീഡിയോസ്.